അപ്പൊ ലൊക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അതിന്റെ എക്സ്പീരിയൻസും? എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ണി എക്സ്പീരിയൻസ്? എന്തെങ്കിലും ഭയങ്കര സ്കെയർ ആയിരുന്നു, എന്തെങ്കിലും എടുത്തു പറയാൻ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മറ്റേ കാട്ടുപോത്തിനൊക്കെ ഉണ്ടായിരുന്നു. അറ്റാക്ക് ചെയ്യുന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയല്ല, പോണ വഴിക്കും കാര്യങ്ങളൊക്കെ അത് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലായിരുന്നു. ഞാൻ ഈ അടുത്ത് ഊട്ടി പോയപ്പം എന്റെ ചിലപ്പോൾ ഞാൻ പൊട്ടമൈൻഡിൽ ചിന്തിച്ചായിരിക്കും ഞാനിങ്ങനെ പറഞ്ഞേ, എടാ നമ്മൾ സേഫാണ്, നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലിരിക്കുന്നത്, പുലി വന്നാലും ഒന്നും ചെയ്യില്ലെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞേ, ആ പുലിക്ക് നെഗൊക്കെ ഉണ്ട്, ഒന്ന് തട്ടിയിട്ട് പോയാൽ മതി. അപ്പോഴേ ഓ ഐ സി. അപ്പൊ ശരിയാണ്, ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലം സേഫ് ആണെന്നല്ലേ. അതെ. അപ്പൊ ആദ്യം മുതലേ രണ്ടുപേർക്കും സിനിമ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെ വന്നതാണോ? അതെ, സിനിമ എന്നുള്ള ആഗ്രഹം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് മോഡലിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ആക്ടിങ് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഓരോ ഷോർട്ട് ഫിലിം കാര്യങ്ങളും അതിൻ്റെയൊക്കെ പാർട്ടായി. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വർക്ക് കയറി, ഒരു IT കമ്പനിയിൽ കയറി. അതിൻ്റെ ഇടയിൽ ഇൻബിറ്റ്വീൻ ഓഡീഷൻസ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓഡീഷനിൽ സെലക്ട് ആയിപ്പോൾ എനിക്ക് അവിടെ 2 വർഷം ബോണ്ടും കാര്യങ്ങളും പറഞ്ഞു മറ്റേ ഓഫീസിൽ. അവരെന്നെ പെർമനൻ്റ് ആയിട്ട് എടുക്കാം, 2 വർഷം ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മൺഡേ ടു സാറ്റർഡേ വരെ ജോബാണ്. അപ്പോൾ എൻ്റെ ഒരു പരിപാടികളും നടക്കില്ല, എന്തെങ്കിലും ഒരു ഓഡീഷന് വരെ പോകാൻ പറ്റുമോ നടക്കില്ല. പിന്നെ ഞാൻ ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് എന്നെ അടുത്ത ദിവസം തന്നെ ഞാനത് റെസിഗ്നേഷൻ എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പിന്നെ ഇങ്ങനെ ഓഡീഷനായിട്ട് ഇങ്ങനെ നടന്ന് ആണ് ഒരു പ്രൊജക്റ്റിൽ കയറിയത്. അതാണ് ഫസ്റ്റ് തമിഴ് പ്രൊജക്റ്റ്. അത് പിന്നെ ഒരു എൻ്റെ ഇപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്തോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ അത് നിന്നുപോയി. പിന്നെ അതിൻ്റെ കഴിഞ്ഞിട്ടൊരു മലയാളം പ്രൊജക്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു. അഞ്ചോ എങ്ങനെ സിനിമ എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് വന്നത്? അഞ്ചാണെങ്കിൽ ഹെയർ ഹോസ്റ്റസും കൂടെ അല്ലേ, അതെ, വേറൊരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ ഇങ്ങനെ സിനിമ ആഗ്രഹം ചെറുപ്പം മുതലുണ്ടായിരുന്നോ? ചെറുപ്പം മുതൽ പറഞ്ഞാൽ ഞാൻ ഒരു ഡാൻസർ ആയിരുന്നു. അപ്പം മെയിനായിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക കലോത്സവം അല്ലേ. അപ്പോൾ അത് ഒബ്വിയസ്ലി നമ്മൾ മൈൻഡിൽ ഓക്കെ ഡാൻസിൽ എന്തെങ്കിലും നല്ലതുപോലെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ കാരണം എന്നെ സംബന്ധിച്ച് ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാവുന്നതിലും വലിയൊരു മേഖലയായിരുന്നു. പക്ഷേ വൺസ് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു പിന്നെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ആ ഒരു ഏജിൽ തീർച്ചയായിട്ടും, കാരണം നമുക്ക് വലുതായിട്ടൊന്നും അറിയുന്ന ഒരു ഏജില്ല. പിന്നെ വൺസ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഈ കരിയർ എന്തായാലും വേണം, എനിക്ക് വിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പാരൻസ് ആണെങ്കിലും പറഞ്ഞു ജോബ് ആണെങ്കിൽ നിർബന്ധമാണ് വീട്ടിലല്ല, എന്നെ സംബന്ധിച്ചു എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഒരു ജോബ് വേണം എന്നുള്ളത്. അപ്പം പിന്നെ 2 ഓപ്ഷനായി, ജോബും ഇതും എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. ഇപ്പോഴും എല്ലാവരും ചോദിക്കും ഇത് എങ്ങനെ പോകുന്നേ, നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാനും ആ ഷൂട്ട് നടന്നപ്പോൾ ചോദിച്ചു നീ ഇങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നു. കാരണം ഇപ്പൊ ഇവള് പോവാൻ ഉദ്ദേശിച്ച ഡേറ്റിനായിരിക്കും ചിലപ്പോ ഇവരെന്ന് പറയുന്നത് ഒരു 4-5 ദിവസം കൂടി ഷൂട്ട് ചെയ്യണം. അപ്പൊ തന്നെ ഇവള് അവിടെ വിളിച്ച് പറഞ്ഞ് സിക്ക് അങ്ങനത്തെ പരിപാടികള്. ഇത്ര നടക്കുന്നേന്നുള്ളത് നമുക്ക് തീയലൊക്കെ ഉണ്ട്. അപ്പം അത് ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് പോവാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തിട്ട് പോകണം, കാരണം 2 പാഷൻ ഉണ്ട്. അപ്പോൾ 2ഉം എനിക്ക് അതേപോലെ കൊണ്ടുപോകണം. സാധാരണ ഒരു ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് വന്നാൽ നേരെ ഞാൻ അവിടുത്തെ വാഷ്റൂമിൽ പോയി ഫേസൊക്കെ റീടച്ച് ചെയ്ത് അതേപോലെ സ്ട്രേറ്റ് വണ്ടിയെടുത്ത് ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്ത് വരും. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക.